മാസം 3 ദിവസമായി. ഷാബാൻ തുടങ്ങിയതേ കുടുംബത്തിന്റെ 3 നാളായിട്ട്, റജബിലെ ഇന്നും ഞങ്ങളുടെ 3 നാളായിട്ടില്ല. അപ്പൊ റമദാൻ എത്ര വേഗമല്ല, ഒരു നാളായ പോലെ തിങ്കൾ ഓടിയിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ ആഖിർ സമാന്റെ അടയാളായിട്ടില്ല. ഒരു തിങ്കൾ ചൊല്ലത് ഒരു വാരം പോയ പോലെ, ഒരു വർഷം ചൊല്ലത് ഒരു തിങ്കൾ പോലെ, ഒരു 4 ചൊല്ലത് ഒരു ഗണ്ട പോയ പോലെ ഓടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ആഖിർ സമാന്റെ ടൈമിലും നോമ്പ് പിടിച്ചെങ്കും ഭാര്യ ഒരു രാത്രി വേഗം പകരം വാങ്ങാവും. സുബയാവനോട് കൂടി അങ്ങനെ ഒരു ഗണ്ട പോയ പോലെ പകരം വാങ്ങാവും. അപ്പൊ ചമ്മ പ്രതിഫലം കിട്ടുമോ? നോമ്പിടെ തിങ്കളായിട്ട് അല്ലാഹു നമുക്ക് നോമ്പ് പിടിക്കണമെന്നും ഒരുപാട് വേറെ എന്തെല്ലാം ഇബാദത്തിന്റെ സുന്നത്തുണ്ടും അതെല്ലാം എടുക്കും. നമുക്ക് തൗഫീഖും ആഫിയത്തും ആരോഗ്യവും ടൈമും അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു قال سمعت رسول الله صلى الله عليه وسلم يقول ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത് കേട്ട. എന്തിനു ചൊല്ലുന്ന നബി? മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു റവാഹു മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, മൻ സല്ലൽ ഇശാ, ആരെങ്കിലും ഒരാൾ ഇശാ നിസ്കരിച്ചെങ്കിൽ, അങ്ങനെ നിസ്കരിച്ചെങ്കിൽ ഫീ ജമാഅത്തിൻ, പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചെങ്കിൽ. ഇശാ നിസ്കാരം എല്ലാവരും അവിടെ റൂമിലും അവിടെ ഔത്തും അതായിട്ട് നിസ്കരിക്കണമെന്നുള്ളത്, അതായിട്ട് നിസ്കരിക്കണമെന്നുള്ളത് അങ്ങനെ കുറിച്ചിട്ടല്ല. പള്ളിക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്നുള്ളതാ. ആ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ആരെപ്പോലെ മുത്തുണ്ട്? നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു തആല ജമാഅത്തായിട്ട് ഇശാ നിസ്കരിച്ചക്ക് അല്ലാഹു തആല കൊടുക്കുക. ഇത് മുസ്ലിം സമുദായ താൽമാർക്ക് ഇതിന് വിഷയം ഒത്തില്ല. അതുപോലെ അതേപോലെ ഒരാൾ സുബ്ഹ് നിസ്കാരം, ഇപ്പൊ ഇത്ര ആൾമാർ വന്നിട്ട് സുബ്ഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ചമ്മാട് വന്നിട്ടില്ല, നിസ്കരിക്കാത്തവരുള്ളത് നിസ്കരിക്കണമുള്ളത് ഔത്തുള്ളൂ. അങ്ങനെ വിഷയം വേറെ. നിങ്ങൾ ഇത്ര ആൾമാർ ഉടയിപ്പാറുള്ള ജമാഅത്തിൽ കൂടിയാല് നിങ്ങൾക്ക് അല്ലാഹു തആല തന്റെ പ്രതിഫലം എതിർ കൊണ്ടില്ല. വെറും സുബ്ഹ് നിസ്കരിച്ചതല്ല. ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, ഇന്നലെ ഇശാ നിസ്കാരത്തിൽ പിന്നെ ഇന്ന് സുബ്ഹ് ബാങ്ക് അവരോട് തോല നിന്റെ നിസ്കരിച്ച പ്രതിഫലം ഈ സുബ്ഹിക്ക് എച്ചിട്ടില്ല. ഈ ചലിയുടെ ടൈമോളും ഒന്നുവാക്കിട്ട് ശുദ്ധിയായിട്ട് വന്നിട്ട് പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചേക്ക് അല്ലാഹു നിങ്ങൾക്ക് തന്നേക്കുന്ന പ്രതിഫലം നിസ്കരിച്ചേക്ക് അവർക്ക് എത്ര പ്രതിഫലം എന്താ കൊടുക്കുക? അതേ പ്രതിഫലം വരങ്ങിട്ട് എച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ജനറക്കാത്ത സുബ്ഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചേക്ക് ഒരു ഓഫർ നിങ്ങൾക്ക് അല്ലാഹു ബന്ദയ്ക്ക് വേറായിട്ട് അല്ലാഹു തന്നോ. ബന്ദയ്ക്ക് ഒരു കൂലി, ആ നിസ്കാരത്തിന് വന്ന കൂലി വേറെ കൊണ്ടു, ആ ബന്ദയ്ക്ക് ജമാഅത്തായിട്ട് നിസ്കരിച്ചേക്ക് നിങ്ങൾക്ക് അല്ലാഹു തആല വേറെ ഒരു തഹിയ്യത്ത്, ഒരു ഗിഫ്റ്റ് അല്ലാഹു തന്നിട്ടുള്ള. ഇതിനങ്ങനെ മുസ്ലിം സമുദായക്കാർക്ക് ചമ്മാർക്ക് അറിവില്ല, ഇതിനെ കുറിച്ച് ബുദ്ധിയില്ല. ഇപ്പൊ ഉദാഹരണം കുത്താറില്ല, അല്ലെങ്കിൽ മുട്ടത്തെ രാജ്യത്തിൽ ഓടെങ്കിൽ ഒരു അങ്ങാടിയില് ഡ്രസ്സിന് അങ്ങാടില്ല, ബുക്കുടെ അങ്ങാടില്ല, കളിക്കുന്ന സാമാൻ അങ്ങാടില്ല, അല്ലെങ്കിൽ മൊബൈൽ അങ്ങാടില്ല. ഒരു ഓഫർ ഇട്ടിട്ട് അത് ബുദ്ധിന്തോറ് മാത്രം അവിടെ പോണ്ട. അവിടെ ഓഫർ ഉണ്ട്. 100 രൂപയ്ക്ക് 10 മൊബൈൽ കൊടുത്തുള്ളവർ, 10 ചട്ട കൊടുത്തുള്ളവർ, 1000 രൂപയുടെ ചട്ട 100 രൂപ കൊടുത്തുള്ളവർ. ബുദ്ധിന്തോറ് മാത്രം അവിടെ പോണ്ട. ബുദ്ധിയില്ലാത്തവരോട് പോകണ്ടല്ലേ? അതിന് ഡേറ്റ് തീർത്ത ഇന്നലെ തീർത്ത മത്സ്യം അനുസരണം ഉറപ്പ്. സുബീക്ക് ഇഷാക്ക് ഇത്ര പ്രതിഫലം തിരക്ക് പിടക്കാർ ചൊന്നല്ലേ സുബീക്ക് പറഞ്ഞ് ക്ലാസ്സിൽ തെച്ചക്കാര് ഒത്താവും. പള്ളിക്ക് വന്ന് അല്ലെങ്കിൽ വിദ്യാസനാവട്ടു, സലാത്ത മജലിസിനാവട്ടു, ഉസ്താദിന് ഫലങ്ങൾ ചൊല്ലുമ്പോൾ അത് കാല് കൊടുത്തേക്കാല് ഒത്താവണോ? അല്ലെങ്കിൽ അങ്ങനെ ഒത്താവണോ? മാരിക്കില്ലെന്നോ ഉസ്താദിന് അക്കേ പറയണോ? കല്ലുപിടിക്കണോടെ എന്തിനു വേണ്ടി കല്ലുപിടിക്ക് തീരാൻ ശ്രമിക്കോ? ഉസ്താദ് അക്കേ സ്വന്തമില്ലേ അല്ലെ? അപ്പൊ നിങ്ങൾ വരയ്ക്കണ്ട. അല്ലാഹു തആല നമ്മൾ ചൊല്ലുന്നത് കേൾക്കുന്നത് സ്വാലിഹായ അമൽ കൊടുത്തിൽപ്പെടുത്തിട്ട് അപ്പൊ നിങ്ങൾ നിസ്കാരം ജമാഅത്തായിട്ട് ഇശാ നിസ്കരിക്കുമ്പോ ഫാലിജാവ് ഫുള്ള് നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തന്ന അത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ശഅബാൻ തിങ്കളുടെ ബർക്കത്ത് കൊണ്ട് സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചേക്ക് ജാവ് ഫുള്ള് നിസ്കരിച്ച പ്രതിഫലം ഉത്തരവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ പോലെ അല്ലാഹു നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹു തന്ന
അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ذكر عند النبي صلى الله عليه وسلم رجل نام ليلة حتى أصبح. സുബഹി അവിടുന്ന് ചെന്നെങ്കിൽ സൂര്യ ഉദിക്കോടത്തോളം വറങ്ങടെ ഒരാളെ കുറിച്ചിട്ട് നബിരട്ടിക്ക് വന്ന ഒരാൾ ചോദിച്ചു, അയാൾ നിസ്കരിക്കില്ല. സൂര്യ ഉദിക്കോടത്തോളം സുബഹി വെച്ചവിടത്തോളം വറങ്ങടെ നബിയേറ്റ്. അപ്പൊ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും, ദാക റജുലുൻ ബാല ശൈത്താൻ ഫീ ഉസ്രിഹി. അവന്റെ ജന്ന കാത്തും ശൈത്താൻ മൂത്രവിട്ട് റൈക്കായ വെച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള സർവ്വനാൽമാരെ തൊട്ട് അല്ലാഹു ഞങ്ങൾ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ മരിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ നിന്നിട്ട് അല്ലാഹുവേ അതായിട്ട് ജമാഅത്തായിട്ട് സുബ്ഹും 5 വക്ത് നിസ്കാരവും നിസ്കരിക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തങ്ങൾക്കും സന്താനങ്ങൾക്കും നീ തൗഫീഖും ആഫിയത്തും ആരോഗ്യവും ഭാഗ്യവും നൽകണേ അല്ലാഹ്. മരിക്കുന്ന കാലത്തോളം നിസ്കാരം ഖളാക്കാതെ നിസ്കരിക്കും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മൾ ചൊല്ലതും കേട്ടതും നീ സ്വാലിഹായ ഇബാദത്തിന്റെ കൂട്ടത്തിൽ പെടുത്തണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.